ഇന്നലെ മാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൂര്യകുമാർ യാദവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ബാറ്റിംഗ് പരിശീലനത്തിലൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഔട്ട് ഓഫ് റൺസ് ആണ്, റൺസ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഔട്ട് ഓഫ് ഫോം അല്ല, എനിക്ക് നല്ല ഫോമിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹമാണ് ഏറ്റവും സെക്കൻഡ് ലോവസ്റ്റ് ബാറ്റിംഗ് ആവറേജ് ഉള്ള ഒരു കലണ്ടർ ഇയറിൽ സെക്കൻഡ് ലോവസ്റ്റ് ബാറ്റിംഗ് ആവറേജ് ഉള്ള ക്യാപ്റ്റൻ ആയിട്ട് വന്നത്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് 14 താഴെ മാത്രമാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഇന്നലെ ഇന്ത്യൻ ബൗളേഴ്സ്, പ്രത്യേകിച്ചും അർഷദീപ് സിംഗ്, കഴിഞ്ഞ കളിയിൽ അത്രയ്ക്കും റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റൊന്നും ഇല്ലാതിരുന്ന ആ ഒരു ബൗളർ, അദ്ദേഹത്തിന്റെ തിരിച്ചു വരവ്, അദ്ദേഹം നമുക്കറിയാം സമർത്ഥനായ ഒരു ബൗളർ തന്നെയാണ്, ലെഫ്റ്റ് ആം പേസ് ബോളറാണ്. അദ്ദേഹം നന്നായിട്ട് ബോൾ ചെയ്തു. 4 ഓവറിൽ 13 റൺസ് കൊടുത്തിട്ടാണ് തുടക്കത്തിലുള്ള 2 വിക്കറ്റ് എടുത്തത്. അതുപോലെ തന്നെ ഹർഷിത് റാണ ഒരുപാട് ട്രോളുകളൊക്കെ നേരിടുന്ന ഒരു താരമാണ്. അദ്ദേഹം മികച്ച ഫോമിൽ ഇന്നലെ ബോൾ ചെയ്തു. അപ്പോൾ ആരെയും നമുക്ക് ചെറുതാക്കി തള്ളാൻ കഴിയില്ല. കാരണം അദ്ദേഹമൊക്കെ നമുക്ക് ഇന്ത്യൻ ടീമിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കി തന്ന ഒരു കളിയായിരുന്നു ഇന്നലത്തേത്. അപ്പൊ ആ ഒരു ബൗളിംഗ് മികവ് കൊണ്ട് തന്നെ, പ്രത്യേകിച്ചും അതിനുശേഷം വന്ന ബൗളേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ, അതുപോലെ ഫീൽഡിങ്ങിൽ 1-2 പിഴവുകൾ വന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, ക്യാച്ചുകളൊക്കെ നഷ്ടപ്പെടുത്തി. ഹർഷിത് റാണയുടെ ക്യാച്ചൊക്കെ വേണമെങ്കിൽ, മക്രാത്തിന്റെ ക്യാച്ചൊക്കെ നേരത്തെ എടുക്കുകയാണെങ്കിൽ അവർ ഇതിലും കുറഞ്ഞ ടോട്ടലിൽ ഒതുങ്ങിയേ. പക്ഷെ എങ്കിലും അവര് ഒരു 117 റൺസ്, ആ ഒരു ടാർജറ്റ് ആ ഒരു വെന്യൂവിൽ അത്ര നമ്മുടെ ഇന്ത്യൻ ബാറ്റിങ്ങിനെ തകർക്കാൻ രീതിയിലുള്ള ഒരു സ്കോറൊന്നും ആയിരുന്നില്ല. നേരെ മറിച്ച് അവർ 140 മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും വേർക്കേണ്ടി വന്നേനെ. ഇന്ത്യൻ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ആദ്യമുള്ള അഭിഷേക് ശർമ്മ, അദ്ദേഹത്തിന്റെ ആ ഒരു കൂറ്റിനടികൾ തീർച്ചയായിട്ടും ഇന്ത്യയെ ഒരു സ്കോറിലേക്ക് 5 ഓവർ ബാക്കി നിൽക്കെ ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇന്ത്യ ജയിക്കുവാൻ വേണ്ടി കാര്യമുണ്ടായി. ശുഭ്മാൻ ഗിൽ വീണ്ടും അത്ര നല്ല ഫോമിലല്ല. അദ്ദേഹം 28 റൺസിൽ നിന്നും 28 ബോളിൽ നിന്ന് 28 റൺസ് നേടി. തിരിച്ചു വരവൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് വരെ നിന്ന് കളി ജയിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ കാര്യം ഉണ്ടായിരുന്നു. സ്കൈ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഔട്ട് ഓഫ് റൺസ് ആണ്, അദ്ദേഹം ഔട്ട് ഓഫ് ഫോം അല്ല എന്നാണ് പറയുന്നത്, സ്വയം പറയുന്നത് ഔട്ട് ഓഫ് റൺസ് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? ഓക്കെ, എനിവേ 2-1 ഇന്ത്യ ജയിച്ചിരിക്കുന്നത്. അടുത്ത ഒരു കളിയും കൂടെ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് ഇന്ത്യക്ക് കിട്ടും. ഇനി അടുത്ത കളി സൗത്ത് ആഫ്രിക്കയാണ് ജയിക്കുന്നെങ്കിൽ അവസാനത്തെ T20 എന്താണ് ഇന്ത്യക്ക് അതൊരു വലിയ ഒരു നല്ലൊരു മത്സരമായിട്ട് മാറാം. എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെയൊക്കെ ആഗ്രഹം ഇന്ത്യ അടുത്ത മാച്ച് ജയിച്ചിട്ട് ഇന്ത്യ എന്ത് ചെയ്യണം, ഒരു സീരീസ് പിടിച്ചടക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ടോസ് ഒരു പ്രധാന ഘടകമായിരുന്നു. കാരണം ഈ ഒരു മഞ്ഞ് വരുന്ന പിച്ചിൽ ആദ്യം ബോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് വീണ്ടും ടോസ് കിട്ടി. ടോസ് വീണ്ടും ഇന്ത്യ കടാക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഈ ഒരു ചാനലിനെ ദയവേതൊന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ ഈ ഒരു ചാനൽ നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സോ ക്രിക്കറ്റ് ആരാധകർക്ക്, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.